ഞാൻ സംസാരിക്കുന്നത് ഈ സംഘി കൃസംഖികളല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ, അതായത് മറ്റു മതങ്ങളോട് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യർ, ആ മനുഷ്യരോടാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു മുസ്ലിം വിരുദ്ധത കടന്നുകൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ മുസ്ലിങ്ങൾ മാത്രം അവരുടെ മതം എല്ലാത്തിലും കുത്തിക്കയറ്റുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മുസ്ലിങ്ങൾ മതം ഇപ്പോൾ കുത്തിക്കയറ്റുന്നു എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പള്ളുരുത്തി അവസാനമായിട്ട് നടന്ന സംഭവം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിങ്ങളുടെ പഴയകാലത്തെ ആളുകളുടെയൊക്കെ സ്കൂൾ ഫോട്ടോസ് എടുത്തു വച്ചാൽ മുസ്ലിം കുട്ടികളെ അതിൽ തിരിച്ചറിയാൻ കഴിയും. അവരെ പെൺകുട്ടികൾ തലയിൽ തട്ടമിട്ട നിരവധി കുട്ടികളെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. പഴയ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ നിരവധി കുട്ടികളെ തലയിൽ തട്ടമിട്ട കുട്ടികളെ കാണാൻ കഴിയും. അത് എന്നും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. അവരുടെ മൗലിക അവകാശങ്ങളെ കൊണ്ടുപോകാനുള്ള അവസരം അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. അതാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഈ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാകാനുള്ള കാരണം നമുക്ക് വളരെ ലഘുവായി ചിന്തിച്ചാൽ മനസ്സിലാകും. ഇത് കൃത്യമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിഷയമാണ്. പറയാൻ കാരണം അവിടെ ഈ കുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാതിരിക്കുക, പുറത്ത് നിർത്തുക. ആ ടീച്ചർമാർ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു റൂമിൽ, ആരുമില്ലാത്തൊരു റൂമിൽ ഈ കുട്ടിയെയും ഒരു ടീച്ചറിനെ കാവലേൽപ്പിച്ചുകൊണ്ട് മാറ്റിയിരുത്തിയിട്ടുണ്ടെന്ന് ടീച്ചർമാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു രീതിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുക, കുട്ടിയുടെ പിതാവിനെ വിളിച്ചിട്ട് നിങ്ങൾ TC മേടിച്ച് സ്കൂളിൽ നിന്ന് പൊക്കോളൂ എന്ന് പറയുക, സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കുമെന്നും പ്രതിഷേധങ്ങളുണ്ടാകുമെന്നും സ്കൂളിനും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും കൃത്യമായി അറിയാം. അതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വിഷയമാണിത്. അതിൽ യാതൊരു തർക്കമല്ല, തർക്കിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അവരുടെ വീഡിയോസ് സ്കൂളിൽ നിന്ന് തുടക്കത്തിലേ ഉള്ള വീഡിയോസ് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ കുട്ടിയുടെ പിതാവും കുട്ടിയും സ്വാഭാവികമായിട്ടും അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും സംസാരിക്കാൻ വരുമ്പോൾ സ്കൂളിനകത്തേക്ക് പോലും ഇവരെ പ്രവേശിപ്പിക്കുന്നില്ല, പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്തും PTA പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് കന്യാസ്ത്രീകളെ തെറി വിളിച്ചു എന്നൊക്കെ. അതിൻ്റെ തെളിവൊന്നുമില്ല, അവർ പറയുന്ന ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഭീഷണി ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഭീഷണി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതിപ്പെടണം, പോലീസ് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കും, അതിനുള്ളതാണല്ലോ പോലീസ്. ഇവരിതൊരു വലിയ വിഷയമാക്കി മാറ്റുകയായിരുന്നു മനഃപൂർവ്വം. ആ കന്യാസ്ത്രീ വേഷം ധരിച്ച വനിത, അവരുൾപ്പെടെയുള്ള ഈ ഒരു കൃസംഗി ചായ്വുള്ള ആളുകൾ മനഃപൂർവ്വം അവിടെ ഒരു വിഷയം ഉണ്ടാക്കുകയായിരുന്നു, ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരിന്നിപ്പോൾ വന്നിട്ട് നന്ദി പറയുമ്പോൾ ഷോൺ ജോർജിനൊക്കെ വലിയ നന്ദി പറയുന്നുണ്ട്. അതിലൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളതിലൊരു ആശങ്കപ്പെടേണ്ട സംഗതിയൊന്നുമില്ല. അവിടെ സ്കൂൾ അടച്ചു, 2 ദിവസത്തേക്ക് സ്കൂളിന് അവധി കൊടുക്കുകയാണ്. അവിടെ വന്ന പൊതുപ്രവർത്തകരാരും ഈ സ്കൂൾ അടച്ചിടണമെന്നോ അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം പോലും നടന്നിട്ടില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടക്കും. അതുപോലും നടക്കാത്ത ഒരു സ്ഥലത്ത് വെള്ളിയാഴ്ച നടന്ന വിഷയത്തിന് ശനിയും കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സ്കൂളിന് അവധി കൊടുത്തുകൊണ്ട് ഒരു വാർത്ത ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് വളരെ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഈ 2 ദിവസം ഉണ്ടായിരുന്നവർക്ക് പോലീസിൽ പരാതിപ്പെടാമായിരുന്നു, അവിടെ സംസാരിച്ച് വിഷയങ്ങൾ തീർപ്പാക്കാമായിരുന്നു, ഇതെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ അവർ സ്കൂളിന് 2 ദിവസം മാനേജ്മെൻറ്റ് അവധി കൊടുത്തു. ഇതൊരു വാർത്തയാക്കുക എന്ന വിഷയം അവർ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ ഉള്ളിൽ ഒരു മുസ്ലിം വിരോധം കുത്തിവയ്ക്കുക എന്ന അജണ്ടയുടെ ഭാഗം മാത്രമാണ്. എൻ്റെ മകളും പഠിക്കുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളും
അതുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും ഇതുപോലെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ അവർ കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. നിങ്ങൾ തലമറയ്ക്കുന്നുവെങ്കിൽ അത് നന്നായിട്ട് ചുറ്റി കുത്തി പിൻ ചെയ്ത് ഭംഗിയായിട്ട് വരണം. അലസതയോടെ ചുമ്മാ ഷോളിങ്ങനെ അലസതയോടെ മറച്ചില്ല എന്നുള്ള രീതിയിൽ വരരുത്. ഞാൻ അവരോടൊക്കെ സ്നേഹം മാത്രം, അതാണ് വേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ അവരവരുടെ മതം ആചരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പോൾ ആ കന്യാസ്ത്രീ വേഷം ധരിച്ചിരിക്കുന്ന വനിതകൾ അവരുടെ മതം ആചരിച്ചു കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ആ സ്കൂളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും, പല കുട്ടികളും കൊന്ത ധരിച്ചിട്ടും അല്ലെങ്കിൽ കുറി തൊട്ടിട്ടൊക്കെ വരുന്നുണ്ടാകും. അത് അവരുടെ അവകാശമാണ്, അത് നമ്മൾ വകവെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഈ വിഷയം, പള്ളുരുത്തി സ്കൂളിലെ വിഷയം മനഃപൂർവ്വം അവിടുത്തെ മാനേജ്മെൻറ്റും ഈ സംഘികൾക്കും ക്രിസംഘികൾക്കും അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് ആ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഈ സംഗതി മുസ്ലിങ്ങൾ തട്ടമിടാൻ തുടങ്ങിയത് ഇന്നൊന്നുമല്ല, കാലങ്ങളായി. അത് ആ രീതിയിൽ മനസ്സിലാക്കുകയും നിങ്ങൾ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇത്തരം ആളുകളുടെ കെണികളിൽ വീണു പോകാതെ ശ്രദ്ധിക്കുക. കാലം വളരെ മോശമാണ്. എത്രത്തോളം പരമത വിദ്വേഷം മനസ്സിലേക്ക് കുത്തിവയ്ക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ. അതിന് വേണ്ടിയിട്ട് പല ആളുകളും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് TC വാങ്ങി പോകുന്നു എന്നറിഞ്ഞിട്ട് ആ കന്യാസ്ത്രീ വേഷം ധരിച്ച ആ വനിത വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷവതിയാണ് അവർ. വളരെ സന്തോഷത്തോടെ അവർ മലയാളത്തിൽ പറയുന്നത് കൂടാതെ നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മലയാളികൾക്കുള്ള വാർത്താ സമ്മേളനം മാത്രമല്ല അത്. അതിൽ വലിയ രീതിയിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി കൊണ്ടുവന്നിട്ട് വലിയ കഷ്ടപ്പെട്ടവർ വായിക്കുന്നൊക്കെ ഉണ്ട്. അത് വേറെ ആർക്കൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട് ഇതൊരു ആഗോള പ്രശ്നം ആക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു മാധ്യമത്തിന് മുൻപിൽ വന്നുകൊണ്ടുള്ള അവരുടെ സംസാരം വരെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇത്തരം ആളുകളുടെ കെണികളിൽ വീണു പോകാതിരിക്കുക, സാധാരണക്കാരായുള്ള മനുഷ്യർ. കാരണം ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും ലഭിക്കാനില്ല. മനുഷ്യർ തമ്മിൽ തെറ്റുക എന്നുള്ളതല്ലാതെ, ഞാൻ നിങ്ങളെ വെറുത്തത് കൊണ്ടോ നിങ്ങൾ എന്നെ വെറുത്തത് കൊണ്ടോ നമുക്ക് രണ്ടു പേർക്കും ഒരു നേട്ടവും ലഭിക്കാനില്ല. എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ലാത്ത സംഗതിയാണ്. അതുവരെ സ്നേഹിച്ച് സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.